സീറ്റിനായി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ സമ്മർദ്ദവുമായി വി.എസ്. ശിവകുമാർ. തിരുവനന്തപുരത്ത് പരിഗണിച്ചില്ലെങ്കിൽ അരുവിക്കര നൽകണമെന്നാണ് ആവശ്യം. ശിവകുമാറിനെ പാറശാലയിൽ പരിഗണിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരമോ അരുവിക്കരയോ ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് നേതൃത്വത്തോട് ശിവകുമാർ അറിയിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡാന്, തിരുവനന്തപുരം സെൻട്രൽ അവിടെ ശിവകുമാർ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ളൊരു മേഖലയാണ്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ അരുവിക്കരയാണ്. അവിടെയും കോൺഗ്രസിന് ജയിച്ച പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ പാറശാലയെ സംബന്ധിച്ചിടത്തോളം അത്ര ഉറപ്പില്ല ശിവകുമാറിന് എന്ന് കരുതണം. ഈ തിരുവനന്തപുരത്തെ സീറ്റ് തർക്കം കോൺഗ്രസ് ഒരു കീറാമുട്ടിയാണല്ലേ? തിരുവനന്തപുരം സെൻട്രലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് ഇപ്പോൾ ശിവകുമാറിന്റെ വലിയ സമ്മർദ്ദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കഴിഞ്ഞ തവണത്തെ MLA ആയിരുന്നു V.S. ശിവകുമാർ. 2021 തെരഞ്ഞെടുപ്പിൽ ശിവകുമാറിന് പരാജയപ്പെടുകയും ആന്റണി രാജു ഇവിടുന്ന് വിജയിക്കുകയും ചെയ്തതോടെയാണ് ശിവകുമാറിനെതിരായി ഒരു വിഭാഗം നേതാക്കൾ അവിടെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തവണ UDF ആ സീറ്റ് CMPക്ക് ഘടകകക്ഷിയായ CMPക്ക് നൽകാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് CP ജോൺ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് അരുവിക്കരയിലേക്ക് V.S. ശിവകുമാറിന്റെ പേര് പറഞ്ഞു കേട്ടത്. പക്ഷേ അവിടെ അവകാശവാദം ഉന്നയിച്ച് മുൻ MLA കൂടിയായ K. ശബരിനാഥൻ രംഗത്തെത്തിയതോടെയാണ് അരുവിക്കരയിലും V.S. ശിവകുമാറിനെ പരിഗണിക്കാൻ ഒരു തടസ്സം നേരിടുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം V.S. ശിവകുമാറിന് മുമ്പിൽ പാറശാലയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്, അത്തരമൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ V.S. ശിവകുമാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. അദ്ദേഹം തിരുവനന്തപുരമോ അരുവിക്കരയോ തനിക്ക് വേണം, അതല്ല എങ്കിൽ കടുത്ത നീക്കങ്ങൾ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചിറയൻകീഴടക്കം വലിയ തരത്തിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ V.S. ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ പാറശാലയിലെയും അരുവിക്കരയിലെയും സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാകുകയുള്ളൂ. നിലവിൽ വട്ടിയൂർക്കാവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലും കോവളവും ഈ 3 സ്ഥലങ്ങളിൽ മാത്രമേ തിരുവനന്തപുരത്ത് കൃത്യമായി തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റെല്ലാ സ്ഥലങ്ങളിലും സമാനമായ തരത്തിൽ നേതാക്കൾക്കിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ V.S. ശിവകുമാറിനെ അനുനയിപ്പിക്കാനായി നേതൃത്വം എന്ത് ഉപാധിയാകും മുമ്പോട്ട് വെക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.